ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 6ാം ക്ലാസ്സിലെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 6ാം ക്ലാസ്സിലെ മാത്സിലെ പാർട്ട് 2 ടെക്സ്റ്റ് ബുക്കിലെ 1ാമത്തെ പാഠഭാഗവും അതുപോലെ നമ്മുടെ 7ാമത്തെ പാഠഭാഗവുമായിട്ടുള്ള പണക്കണക്കുകൾ എന്നുള്ള പാഠഭാഗവും അതിലെ പ്രവർത്തനങ്ങളുമാണ് ഇന്ന് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ പാർട്ട് 1 ടെക്സ്റ്റ് ബുക്ക് നമ്മൾ ഫുൾ അപ്ലോഡ് ചെയ്തതാണ്. പാർട്ട് 2 ടെക്സ്റ്റ് ബുക്കിലെ ഈ ഒരു ചാപ്റ്ററിൽ എന്തൊക്കെയാണ് പഠിക്കാനുള്ളത് എന്ന് നോക്കാം. ഇതിലെ ഫുൾ ആക്ടിവിറ്റീസ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ പാഠഭാഗത്തിലേക്ക് കിടക്കാം. പണക്കണക്കുകളെ കുറിച്ചിട്ടാണ് പറയുന്നത് അല്ലേ. 7ാമത്തെ പാഠഭാഗമാണ്. അപ്പോൾ ആദ്യം തന്നെ വിലക്കിഴിവ് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. വിലക്കിഴിവിൻ്റെയൊക്കെ ഒരുപാട് പരസ്യങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ. ഇവിടെ നോക്കൂ, ഇവിടെ തന്നിട്ടുള്ളത് ഹാൻഡ് വീവിൻ്റെ ഒരു പരസ്യമാണ്. ഹാൻഡ് വീവിൽ ക്രിസ്മസ് പുതുവർഷം പ്രമാണിച്ച് എല്ലാ കൈത്തറി വസ്ത്രങ്ങൾക്കും 30% വിലക്കിഴിവ് എന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മളിങ്ങനെ ഒരുപാട് വിലക്കിഴിവുകളും ഓഫറുകളൊക്കെ കണ്ടിട്ടുണ്ടാവും അല്ലേ. ഇനി 30% വിലക്കിഴിവ് എന്നാൽ എന്താണ് അർത്ഥമാക്കുന്നത്? എങ്ങനെയാണ് ഒരു സാധനത്തിന് 30% വിലക്കിഴിവ് എങ്ങനെയാണ് കണക്കാക്കുന്നത് എന്നതൊക്കെയാണ് ഈ ഒരു പാഠഭാഗത്ത് പഠിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ 100 രൂപക്ക് വസ്ത്രങ്ങൾ വാങ്ങിക്കഴിഞ്ഞാൽ 30 രൂപ കുറച്ച് 70 രൂപ കൊടുത്താൽ മതി. അപ്പോൾ 100 രൂപയിൽ നിന്ന് 30 രൂപ കുറക്കുമ്പോൾ നമുക്ക് വേഗം 70 രൂപ എന്ന് കിട്ടുന്നുണ്ട് അല്ലേ. അപ്പോൾ അവിടെ നമ്മൾ 70 രൂപ മാത്രമേ പേ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ഇനി നമ്മൾ വാങ്ങിക്കുന്ന സാധനത്തിന് 100 രൂപയല്ല 200 രൂപയാണെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ 30 മടങ്ങ് അല്ലെങ്കിൽ 30% എന്ന് പറയുന്നത് എങ്ങനെ നമുക്ക് കണ്ടെത്താൻ വേണ്ടി പറ്റും? 100ൻ്റെ 2 മടങ്ങാണ് 200 എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ കിഴിവ് എന്താവും? 2 മടങ്ങായിട്ട് മാറും. അപ്പോൾ 30 × 2 എന്ന് പറയുന്നത് 60 രൂപ അല്ലേ. അപ്പോൾ 200 രൂപക്ക് സാധനം വാങ്ങുമ്പോൾ 60 രൂപ കുറച്ചിട്ട് കൊടുത്താൽ മതി. അപ്പോൾ 200ൽ നിന്ന് 60 കുറക്കുമ്പോൾ എത്ര രൂപ കിട്ടും? 140 രൂപ എന്ന് കിട്ടും. അപ്പോൾ 140 രൂപയെ നമ്മൾ അവിടെ കൊടുക്കേണ്ടതുള്ളൂ. അപ്പോൾ ഇത് 200 100ഒക്കെ ആകുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് ഇതുപോലെ കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. പക്ഷേ വേറെയുള്ള വലിയ വലിയ സംഖ്യകളാകുമ്പോൾ നമുക്ക് ഇതുപോലെ കണ്ടുപിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അല്ലേ. അപ്പോൾ അതെങ്ങനെയാണ് ഈസി ആയിട്ട് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഈ ഒരു പാഠഭാഗം നമുക്ക് നോക്കാൻ വേണ്ടി പോകുന്നത്. അതിന് മുന്നേ ആയിട്ട് സംസ്കൃതത്തിൽ ശതം എന്നാൽ എന്താണ് അർത്ഥം? 100 എന്നാണ് അർത്ഥം. അഥവാ മാനം എന്ന വാക്കിൻ്റെ അർത്ഥം അളവ് എന്നും ആണ്. അപ്പോൾ ശതമാനം എന്ന് പറഞ്ഞാൽ എന്താണ്? അവിടെ 100ൻ്റെ അളവിനെയാണ് പറയുന്നത്. അപ്പോൾ 100നെ അടിസ്ഥാനമാക്കിയുള്ള അളവാണ് ശതമാനം എന്ന് പറയുന്നത്. അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഇനി അടുത്തത്, ഇങ്ങനെ ഓരോ 100 രൂപക്കും 30 രൂപ വീതം കുറക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? 30% അല്ലെങ്കിൽ % കിഴിവ് എന്ന് പറയുന്നത്. ഇവിടെ പറയുന്നുണ്ട്, ഇതനുസരിച്ച് പല വിലകൾക്ക് വസ്ത്രം വാങ്ങിയാൽ കിട്ടുന്ന കിഴിവും കൊടുക്കേണ്ട വിലയും കണക്കാക്കി ഈ പട്ടികയിലെ സംഖ്യകൾ എഴുതാമോ എന്നതാണ് ആദ്യത്തെ പ്രവർത്തനമായിട്ട് നമുക്ക് തന്നിട്ടുള്ളത്. ഇവിടെ 500 രൂപക്ക് സാധനം വാങ്ങുമ്പോൾ എന്താണ്? 5 രൂപക്ക് കിഴിവ് കിട്ടുന്നുണ്ട്, 5% കിഴിവ് കിട്ടുന്നുണ്ട്. അപ്പോൾ അവിടെ എന്ത് ചെയ്യണം നമ്മൾ? 30 × 5 എന്ന് ചെയ്യുക. അപ്പോൾ അവിടെ 150 എന്ന് നമുക്ക് ഉത്തരം കിട്ടും. ഇനി ഇത് എന്ത് ചെയ്യണം നമ്മൾ? 500ൽ നിന്നും ഈ 150 കുറക്കുക. അപ്പോൾ അവിടെ 350 രൂപയാണ് നമ്മളവിടെ കൊടുക്കേണ്ടത്. ഇനി നമ്മൾ വാങ്ങിക്കുന്നത് 1000 രൂപക്കാണ്. 1000 എന്ന് പറയുമ്പോൾ അതിൻ്റെ 30% എന്ന് പറയുമ്പോൾ എത്രയാണ്? നമ്മൾ എന്ത് ചെയ്യണം? ഈ 30 × 1000 എന്ന് പറയുന്നത് 100ൻ്റെ 10 മടങ്ങാണല്ലോ അല്ലേ. അപ്പോൾ നമ്മൾ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, അല്ല ഇൻറ്റു ചെയ്യുക. അപ്പോൾ 30 × 10 എന്ന് പറയുന്നത് എത്രയാണ്? 300. ഇനി നമ്മൾ എന്ത് ചെയ്താൽ മതി? ഈ 1000ൽ നിന്നും 300 കുറച്ചാൽ മതി. അപ്പോൾ നമുക്ക് എത്ര ഉത്തരം കിട്ടും? 700 എന്ന് ഉത്തരം കിട്ടും. ഓക്കെ. ഇനി അടുത്തത് 1200 ആണ്. 1200 എന്ന് പറയുന്നത് 100ൻ്റെ എത്ര മടങ്ങാണ്? അത് മടങ്ങ് കാണാൻ നമുക്ക് വളരെ ഈസിയാണ്. നമ്മൾ എന്ത് ചെയ്താൽ മതി? ഈ 1200നെ 100 കൊണ്ടൊന്ന് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ ഈ 0 പോവും. അപ്പോൾ എത്രയായി? 12. അപ്പം 12 മടങ്ങാണ്. അപ്പോൾ 30 × 12 ചെയ്യുക. അപ്പോൾ നമുക്ക് എത്ര ഉത്തരം കിട്ടും? 360 എന്ന് ഉത്തരം കിട്ടും. 360. ഇനി നമ്മൾ എന്ത് ചെയ്താൽ മതി? 1200ൽ നിന്നും ഈ 360 കുറക്കുക. അപ്പോൾ എത്രയാണ് ഉത്തരമായിട്ട് വരുന്നത്? 840 എന്ന് ഉത്തരമായിട്ട് വരും. അപ്പോൾ 840 രൂപ കൊടുത്താൽ മതി. അപ്പോൾ ഇങ്ങനെയാണ് ഇത് എത്ര മടങ്ങാണ് എന്നുള്ളത് കണക്കാക്കാൻ ഇങ്ങനെയാണ് നമ്മൾ ചെയ്യാറുള്ളത്. തന്നിട്ടുള്ള സംഖ്യയെ 100 കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുക.
ഇനി അടുത്തത് നമുക്ക് ഈ ശതമാനം അല്ലെങ്കിൽ കിഴിവ് മാത്രമല്ല, ഡിസ്കൗണ്ട് മാത്രമല്ല നമ്മൾ കേട്ടിട്ടുള്ളത്. നമ്മൾ ഏറ്റവും കൂടുതൽ ഈ ഒരു ശതമാനം ഉപയോഗിക്കുന്നത് എവിടെയാണ്? ബാങ്കുകളിലൊക്കെയാണ് അല്ലേ? പലിശ, ഇൻട്രസ്റ്റിലാണ് ഏറ്റവും കൂടുതൽ പറയാറുള്ളത്. അപ്പോൾ ഇവിടെ അത്തരത്തിലുള്ള ഒരു വാർത്തയാണ് തന്നിട്ടുള്ളത്. സഹകരണ ബാങ്കുകളിൽ സ്ഥിര നിക്ഷേപത്തിന് 9% പലിശ എന്ന് തന്നിട്ടുണ്ട്. അഥവാ 9% പലിശ നിരക്കിൽ സ്ഥിര നിക്ഷേപങ്ങൾ ഉണ്ട്. അപ്പോൾ ബാങ്കുകളിലും മറ്റും പണം നിക്ഷേപിച്ച് ഒരു വർഷത്തിന് ശേഷം തിരിച്ചെടുത്താൽ നിക്ഷേപിച്ച തുകയേക്കാൾ അല്പം കൂടുതൽ കിട്ടും. അപ്പോൾ കൂടുതൽ കിട്ടുന്ന തുകയാണ് പലിശ എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ മുകളിലെ ചിത്രത്തിൽ 9% എന്ന് എഴുതിയിരിക്കുന്നത് 9% എന്നതിൻ്റെ ചുരുക്കമാണ്. അഥവാ 9% എന്ന് ഇങ്ങനെ എഴുതുന്നതിന് പകരമാണ് നമ്മൾ 9% എന്ന് ഇങ്ങനെ എഴുതുന്നത്. ഇവിടെയും ഇവിടെയും ഒരു പൂജട്ട് കൊടുക്കും. അപ്പോൾ ഇതിൽ പറഞ്ഞിരിക്കുന്നതിൻ്റെ അർത്ഥം നിക്ഷേപിക്കുന്ന ഓരോ 100 രൂപക്കും ഒരു വർഷം കഴിയുമ്പോൾ 9 രൂപ പലിശയായി കിട്ടുമെന്നാണ്. അതായത് 100 രൂപ നമ്മൾ നിക്ഷേപിച്ചു കഴിഞ്ഞാൽ ഒരു വർഷം കഴിഞ്ഞാൽ അതിന് 9 രൂപ കൂടെ കിട്ടിയിട്ട് 109 രൂപയായിട്ട് കിട്ടും. ഇതനുസരിച്ച് 1500 രൂപ നിക്ഷേപിച്ചാൽ ഒരു വർഷം കഴിഞ്ഞ് എത്ര രൂപ തിരികെ കിട്ടും? നേരത്തെ കിഴിവ് കണക്കാക്കിയതുപോലെ പലിശയും കണക്കാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത് എങ്ങനെയാണെന്ന് ഇവിടെ പറയുന്നുണ്ട് താഴെ. 1500 രൂപ നിക്ഷേപിച്ചു കഴിഞ്ഞാൽ എന്താണ് അവിടെ സംഭവിക്കുന്നത്? ഓരോ 100 രൂപക്കും 9 രൂപ കിട്ടുന്നുണ്ട് അല്ലേ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ 1500 എന്ന് പറയുന്നത് 100ൻ്റെ എത്ര മടങ്ങാണ്? നമുക്കൊന്ന് ജസ്റ്റ് നോക്കാം. 1500 എന്ന് പറയുന്നത് 0 വെട്ടിക്കളയാ 15 മടങ്ങാണ് അല്ലേ? അപ്പോൾ 100 രൂപക്ക് എത്ര രൂപ കിട്ടുന്നുണ്ട്? 9 രൂപ കിട്ടുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ 15 മടങ്ങിന് എത്ര കിട്ടും? 15 × 9 ചെയ്യുക, 135 രൂപ പലിശയായിട്ട് കിട്ടും. അപ്പോൾ നമ്മൾ നിക്ഷേപിക്കുന്നത് എത്രയാണ്? 1500 ആണ്. അതിൻ്റെ കൂടെ 135 കൂടെ കൂട്ടുക. അപ്പോൾ 1635 രൂപ നമുക്ക് ഒരു വർഷം കഴിയുമ്പോൾ കിട്ടുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ പലിശ എത്ര കിട്ടും എന്നുള്ളത് കണക്കാക്കേണ്ടത്. ഇനി താഴെ കൊടുത്തിട്ടുണ്ട് ചിലർ ഈ ബാങ്കിൽ നിക്ഷേപിച്ച തുകകൾ നോക്കൂ. ഓരോരുത്തരും ഒരു വർഷം കഴിഞ്ഞ് പലിശയും ചേർത്ത് എത്ര രൂപ കിട്ടുമെന്ന് കണക്ക് കൂട്ടാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്കിവിടെ ഓരോരുത്തരുടെ ആയിട്ട് ജസ്റ്റ് ഒന്ന് കൂട്ടി നോക്കാം അല്ലേ? ആദ്യത്തേത് ആരാണ്? ആഷ് ആണല്ലേ? ആഷിൻ്റേത് നമുക്ക് എഴുതാം. ഒന്നാമത്തത് ആഷ്. ആഷ് നിക്ഷേപിച്ചിട്ടുള്ള തുക എന്ന് പറയുന്നത് എത്രയാണ്? 15000 രൂപയാണ് അല്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഈ 15000 എന്ന് പറയുന്നത് 100ലേക്ക് മാക്കുമ്പോൾ എത്ര മടങ്ങാണ് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യുക? ഈ 15000നെ ഡിവൈഡഡ് ബൈ 100 ചെയ്ത് നോക്കുക. അപ്പോൾ ഈ 0 വെട്ടും. ബാക്കി എത്രയാണുള്ളത്? 109. അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി? 9 × 150 ചെയ്ത് നോക്കുക. 9 × 150 എന്ന് പറയുന്നത് 1350 ആണ്. അപ്പോൾ 1350 രൂപ പലിശയായിട്ട് കിട്ടും. അപ്പോൾ ആകെ എത്ര രൂപയാണ് ഒരു വർഷം കഴിഞ്ഞാൽ കിട്ടുന്നത് എന്ന് കണക്കാക്കാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഈ ഒരു 15000ൻ്റെ കൂടെ നമ്മൾ ഈ 1350 കൂട്ടി നോക്കുക. അപ്പോൾ ഉത്തരമായിട്ട് വരുന്നത് 16350 രൂപ എന്ന് കിട്ടും. 16350 രൂപയാണ് ഒരു വർഷം കഴിഞ്ഞാൽ നമ്മുടെ ആഷിന് കിട്ടുന്നത്. ഇനി അടുത്ത ആളിലേക്ക് പോവാം. അടുത്ത ആൾ, രണ്ടാമത്തെ ആൾ ആരാണ്? നമ്മുടെ സുമയാണ് അല്ലേ? അപ്പോൾ നമ്മൾ സുമയെ കാണണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ 25000 സുമ നിക്ഷേപിച്ചിട്ടുള്ളത്. അതിനെ 100 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ ഈ 100 ഈ 2 0 വെട്ടിക്കളയും, 250 എന്ന് കിട്ടും. അപ്പോൾ 9ൻ്റെ 250 നമ്മൾ എന്ത് ചെയ്താൽ മതി? മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 9 × 250 എന്ന് പറയുന്നത് 2250 എന്ന് ഉത്തരം കിട്ടും. ഇനി ഒരു വർഷം കഴിഞ്ഞാൽ നമ്മുടെ സുമക്ക് കിട്ടുന്നത് 25000ൻ്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യണം? 25000ൻ്റെ കൂടെ ഈ 2250 നമ്മൾ കൂട്ടി നോക്കാം. അപ്പോൾ ഉത്തരം എന്ന് പറയുന്നത് 27250 എന്ന് കിട്ടും. 27250. ഇനി അടുത്ത ആളിലേക്ക് നോക്കാം. നിഹാരികയാണ് അടുത്ത മൂന്നാമതായിട്ട് വരുന്നത്. നിഹാരികയാണ്. നിഹാരികക്ക് 37500 രൂപയാണുള്ളത്. അതിൽ നിന്നും എത്രയാണ് അത്? 100ൻ്റെ എത്ര മടങ്ങാണ് എന്ന് നോക്കാം. എത്രയാണ്? 375 മടങ്ങാണ്. അപ്പോൾ ആദ്യം നമ്മൾ 9 × 375 ചെയ്യുക. 9 × 375 എന്ന് പറഞ്ഞാൽ 3375 രൂപ പലിശയായിട്ട് കിട്ടും.
ഇനി ആകെ എത്ര രൂപ കിട്ടുമെന്നറിയാൻ 37,500 പ്ലസ് 3,375 എത്രയാണ് ഉത്തരം എന്ന് പറയുന്നത്? 40,875 രൂപ കിട്ടും. 40,875 രൂപ. അടുത്തത് ആരാണ്? അടുത്തത് നമ്മുടെ വിഹാനാണല്ലേ. അടുത്തത് നമുക്ക് വിഹാൻ്റെ നോക്കാം. വിഹാൻ്റേത് 12,500 അതിനെ 100 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 100 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 125 മടങ്ങാണ്. നാലാമത്തത് നോക്കാം. 9 × 125 എന്ന് പറയുന്നത് എത്രയാണ്? 1125. അപ്പോൾ ആകെയുള്ളത് 12,500. അതിൻ്റെ കൂടെ 1125 കൂട്ടി നോക്കുക. അപ്പോൾ ഉത്തരമായിട്ട് കിട്ടുന്നത് 13,625. 13,625. ഇനി അടുത്ത ആളെ നോക്കാം. അടുത്ത ആൾ നമുക്ക് ആരാണ്? അഹി ആണല്ലേ. അഹിയുടേത് നോക്കാം. അഞ്ചാമത്തേത് ആകെയുള്ളത് 22,500 ആണല്ലേ. അപ്പോൾ 22,500നെ 100 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. എത്ര കിട്ടും? 225 എന്ന് കിട്ടും. അപ്പോൾ 9 × 225 എന്ന് പറയുന്നത് എത്രയാണ്? 2025. ഇനി ആകെയുള്ള തുക എന്ന് പറയുന്നത് 22,500 ആണല്ലേ. 22,500നെ 2025 എന്നുള്ള പലിശ കൂടെ ചേർത്ത് കഴിഞ്ഞാൽ 24,525 രൂപ നമ്മുടെ ആർക്ക് കിട്ടും? അഹിക്കും കിട്ടും. അപ്പോൾ ഓരോരുത്തർക്കും കിട്ടുന്ന തുക എന്ന് പറയുന്നത് ഇത്രയാണ്. ആദ്യം നമ്മുടെ ആഷിന് കിട്ടുന്നത് എത്രയാണ്? 16,350. സുമക്ക് കിട്ടുന്നത് 27,250. നിഹാരികക്ക് കിട്ടുന്നത് 40,875. ഇനി അടുത്തെന്ന് പറയുന്നത് വിഹാനാണ്. വിഹാന് കിട്ടുന്നത് 13,625. അഹിക്ക് കിട്ടുന്നത് 24,525. ഓക്കെ. അപ്പോൾ ഇങ്ങനെയാണ് ഇത് കണക്കാക്കേണ്ടത്. വളരെ ഈസിയാണ്. ഇവിടെ സ്ഥലം ഇല്ലാത്തതുകൊണ്ടാണ് നമ്മളുള്ള സ്ഥലത്ത് കൺജസ്റ്റഡ് ആയിട്ട് എഴുതിയത്. അപ്പോൾ ജസ്റ്റ് അതൊന്ന് നിങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കി വെക്കുക. ഇനി അടുത്തത് നമുക്ക് നോക്കാം. ഇപ്പോൾ 1 വർഷം കഴിഞ്ഞിട്ട് അവർക്ക് കിട്ടുന്നത് എത്രയാണെന്ന് മനസ്സിലാക്കി അല്ലേ. ഇനി ബാങ്കിൽ നിന്നും കടമെടുത്ത് തിരിച്ച് ബാങ്കിന് പലിശ കൊടുക്കേണ്ടി വരും അല്ലേ. ഇത് ഓരോ 100 രൂപക്കും 1 വർഷം ഇത്ര രൂപ എന്നുള്ള ശതമാന നിരക്ക് ഉണ്ടായിരിക്കും. അപ്പോൾ സാധാരണ അങ്ങനെയാണ് നമ്മൾ പറയുക. ഇപ്പോൾ ഒരു ബാങ്കിൽ നിന്ന് കാർഷിക വായ്പ കിട്ടും. 1 വർഷം കഴിഞ്ഞ് തിരിച്ചടക്കാൻ 6% പലിശ കൊടുക്കണം. ഓക്കെ, 6% പലിശ കൊടുക്കണം. 25,000 രൂപ വായ്പ വാങ്ങിയ ഒരാൾ 1 വർഷം കഴിഞ്ഞ് എത്ര രൂപ തിരിച്ചടക്കണം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇവിടെ 100 രൂപക്ക് 1 വർഷത്തെ പലിശ എന്ന് പറയുന്നത് എത്രയാണ്? 6 രൂപയാണ് അല്ലേ. അങ്ങനെയാണെങ്കിൽ 25,000 എന്ന് പറയുന്നത് 100ന്റെ എത്ര മടങ്ങാണ് എന്ന് നോക്കണം. നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ നോക്കാം. 25,000 എന്ന് പറയുന്നത് 100 അല്ലേ. ഈ 0 കൂടെ വെട്ടിപ്പോവും. എത്രയാണ്? 250 മടങ്ങാണ്. അപ്പോൾ 100 × 250 ആണ് എത്ര? 25,000 എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്താൽ മതി? 6 × 250 ചെയ്താൽ മതി അല്ലേ. 6 × 250 എന്ന് പറയുന്നത് എത്രയാണ്? 250നെ നമ്മൾ 6 കൊണ്ട് ഗുണിക്കാം. എത്ര കിട്ടും? ഉത്തരം കിട്ടുന്നത് 1,500 എന്ന് കിട്ടും. അപ്പോൾ 1,500 രൂപ അയാൾ എന്തായിട്ട് കൊടുക്കണം? 1 വർഷത്തെ പലിശയായിട്ട് കൊടുക്കണം. അപ്പോൾ ഈ എമൗണ്ടിൻ്റെ കൂടെ എത്രയാണോ ഉള്ളത്, 1,500 എത്ര പലിശയാണോ ഉള്ളത് അതും കൂടെ ആഡ് ചെയ്തിട്ട് വേണം അയാൾ 1 വർഷം കഴിഞ്ഞ് അടക്കാൻ. അപ്പോൾ 25,000 ആയിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. 1,500 പലിശയും കൂട്ടി കഴിഞ്ഞാൽ 26,500 രൂപ അയാൾ 1 വർഷം കഴിഞ്ഞാൽ തിരിച്ചടക്കേണ്ടതാണ്. ക്ലിയർ ആയില്ലേ? ഇനി ഇവിടെ പരസ്യം നോക്കൂ. ഈ പരസ്യവും ഇതിലെ ഓരോ പ്രവർത്തനങ്ങളും നമുക്ക് ചെയ്തു നോക്കാം. ഒന്നാമത്തെ ചോദ്യം, ശ്രീഷ ഈ കടയിൽ നിന്ന് 3,500 രൂപയുടെ വസ്ത്രങ്ങൾ വാങ്ങി. എത്ര രൂപ കൊടുക്കണം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ 25% വിലക്കിഴിവ് എന്നിവിടെ കൊടുത്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ അതനുസരിച്ച് വേണം നമ്മൾ ഉത്തരം എഴുതി കൊടുക്കാൻ. അപ്പോൾ ആദ്യം ഒന്നാമത്തെ ആൻസർ ആണ് ഒന്നാമത്തേത്. ഇവിടെ വിലക്കിഴിവ് എന്ന് പറയുന്നത് എത്രയാണ്? വിലക്കിഴിവ് സമം 25% അല്ലേ. 25%. ഇനി പർച്ചേസ് വില, വാങ്ങിയ സാധനത്തിൻ്റെ വില എത്രയാണ്? വാങ്ങിയ വില ഈക്വൽ ടു 3,500 അല്ലേ. 3,500 രൂപക്കാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. ഇനി ഇവിടെ എത്ര രൂപ കൊടുക്കണം? ആദ്യം ഇതിൻ്റെ എത്ര മടങ്ങാണ് എന്ന് നോക്കണം അല്ലേ. അപ്പോൾ അതിന് എന്ത് ചെയ്യണം? 25 ÷ 100
ഇൻറ്റു 3500 ചെയ്ത് നോക്കുക. അപ്പം എന്ത് ചെയ്യും? ഈ 2 പൂജ്യം വെട്ടിപ്പോവും. പിന്നെ ഉള്ളത് എത്രയാണ്? 25 ഇൻറ്റു 35 ആണ്. 25 ഇൻറ്റു 35 എന്ന് പറയുന്നത് എത്രയാ? 875 ഈ ഗുണിതൊക്കെ നിങ്ങൾ ചെയ്ത് നോക്കുക കേട്ടോ. 25 ഇൻറ്റു 35 കറക്റ്റ് ആണോ എന്നുള്ളത്. അപ്പോൾ 875 രൂപയാണ് അവിടെ കിഴിവ് എന്ന് പറയുന്നത്. അപ്പോൾ കൊടുക്കേണ്ട തുക എത്രയാണ്? കൊടുക്കേണ്ട തുക ഈക്വൽ ടു 3500 നിന്നും ഈ 875 നമ്മൾ മൈനസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ 875 മൈനസ് ചെയ്യുമ്പോൾ 2625 എന്ന് കിട്ടും. അപ്പോൾ ഇവിടെ ശ്രീഷ കൊടുക്കേണ്ടത് 2625 രൂപയാണ് ആ കടയിൽ തിരിച്ചു കൊടുക്കേണ്ടത്. ഇനി രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. രണ്ടാമത്തെ ചോദ്യം, ഏഞ്ചലോ ടോമി ഒരു ബാങ്കിൽ നിന്നും 45,000 രൂപ കടമെടുത്തു. 12% പലിശ നിരക്ക്. ഒരു വർഷം കഴിയുമ്പോൾ എത്ര രൂപ തിരിച്ചടക്കണം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇവിടെ കടമെടുത്ത തുക എന്ന് പറയുന്നത് എത്രയാണ്? കടമെടുത്തത് എത്രയാണ്? 45,000 രൂപയാണ് അല്ലേ? 45,000 രൂപ. ഇനി ഇവിടുത്തെ പലിശ എന്ന് പറയുന്നത് എത്രയാണ്? പലിശ ഈക്വൽ ടു 12%. അപ്പോൾ ഒരു വർഷം കഴിഞ്ഞാൽ എത്ര കൊടുക്കണം എന്നാണ് കാണേണ്ടത്. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യുക? 12 ഇൻറ്റു 45,000 ഡിവൈഡഡ് ബൈ 100. ഈ പൂജ്യം കൂടെ വെട്ടിപ്പോവും. പിന്നെ ഉള്ളത് എത്രയാണ്? 12 ഇൻറ്റു 450 ആണ്. 12 ഇൻറ്റു 450 എന്ന് പറഞ്ഞാൽ 5,400 രൂപ എന്ത് കൊടുക്കണം? പലിശയായിട്ട് കൊടുക്കണം. അപ്പോൾ ഇവിടെ തിരിച്ചടക്കേണ്ടത് എത്രയാണ്? തിരിച്ചടക്കേണ്ടത് ഈക്വൽ ടു 45,000 പ്ലസ് 5,400. എത്ര രൂപ വരും? രണ്ടും കൂടെ കൂട്ടി നോക്കുക. 50,400 രൂപ തിരിച്ചടക്കണം. ഓക്കെ, 50,400 രൂപ നമ്മുടെ ഏഞ്ചലോ തിരിച്ച് അടക്കേണ്ട തുകയാണ്. ഓക്കെ, അപ്പോൾ ഒന്നാമത്തേതും രണ്ടാമത്തേതും കഴിഞ്ഞു. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. നമുക്ക് നേരെ മൂന്നാമത്തേതിലേക്ക് കടക്കാം. മോഹൻ ഓരോ മാസവും വരുമാനത്തിൻ്റെ 8% ചികിത്സാ നിധിയിലേക്ക് സംഭാവന കൊടുക്കുന്നുണ്ട്. ഓക്കെ, കൊടുക്കുന്നുണ്ട്. ഈ മാസം മേഹുലിൻ്റെ വരുമാനം 7,500 രൂപയാണ്. അതിൽ എത്ര രൂപ സംഭാവനയായി കൊടുക്കണം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. 3ൻ്റെ ആൻസർ ആണ് നമുക്കിവിടെ എഴുതാം. മൂന്നാമത്തതിൻ്റെ ആൻസർ ഇവിടെ വരുമാനം എന്ന് പറയുന്നത് എത്രയാണ്? വരുമാനം എന്ന് പറയുന്നത് 75,000 രൂപയാണ് അല്ലേ? 75,000 രൂപയാണ് നമ്മുടെ മേഹുലിന് വരുമാനമുള്ളത്. ഇനി ഇവിടെ സംഭാവന കൊടുക്കുന്നത് എത്രയാണ്? സംഭാവന സമം പറഞ്ഞിട്ടുണ്ട് 8% അല്ലേ? 8% സംഭാവന കൊടുക്കുന്നുണ്ട്. എന്തിൻ്റെ? 75,000ൻ്റെയാണ്. കിട്ടിയ വരുമാനത്തിൻ്റെ 8% കൊടുക്കുന്നത്. അപ്പോൾ എത്ര രൂപയുണ്ടെന്ന് കണക്കാക്കണം. അപ്പോൾ 8/100 ഇൻറ്റു 75,000. ഈ 2 പൂജ്യം കൂടെ വെട്ടിപ്പോവും. ഇനിയുള്ളത് എന്താണ്? 8 ഇൻറ്റു 750 ആണ്. 8 ഇൻറ്റു 750 എന്ന് പറയുന്നത് 6,000. അപ്പോൾ 6,000 രൂപ നമ്മുടെ മേഹുൽ എന്ത് കൊടുക്കണം? സംഭാവനയായിട്ട് കൊടുക്കേണ്ട തുകയാണ്. ഇനി അടുത്തതിലേക്ക് പോവാം. നാലാമത്തെ ചോദ്യമാണ്. നാലാമത്തെ ചോദ്യം എന്ന് പറയുന്നത്, യൂജിൻ എല്ലാ മാസവും വരുമാനത്തിൻ്റെ 15% മിച്ചം വെക്കുന്നുണ്ട്. യൂജിൻ്റെ ജനുവരിയിലെ വരുമാനം 64,000 രൂപയാണ്. അതിൽ എത്ര രൂപ മിച്ചം വെക്കാൻ വേണ്ടി പറ്റും? അപ്പോൾ ഇതിൽ ആദ്യം എഴുതേണ്ടത് ജനുവരിയിലെ വരുമാനം എത്രയാണ്? ജനുവരി മാസത്തെ വരുമാനം എന്നെഴുതുക. എത്ര? 64,000 രൂപയാണ് ഉള്ളത്. ഇനി അടുത്ത എന്തെഴുതാം? മിച്ചം പിടിക്കുന്നത് എത്രയാണ്? 15%. അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഈ 15നെ 15/100 ഇൻറ്റു 64,000. ഓക്കെ, ഈ 2 പൂജ്യം കൂടെ വെട്ടിപ്പോവും. പിന്നെ ഉള്ളത് 15 ഇൻറ്റു
640 15 × 640 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്? 9,600 രൂപയാണ്. അപ്പോൾ 9,600 രൂപ അവിടെ എന്ത് മിച്ചം പിടിക്കുന്നുണ്ട് നമ്മുടെ യൂജിന്. ഓക്കെ, ക്ലിയർ അല്ലേ? ഇനി നമുക്ക് 5th വണ്ണിലേക്ക് പോവാം. അപ്പോൾ എഴുതേണ്ട സ്റ്റെപ്പ് നിങ്ങൾ പറയുന്ന പോലെ എഴുതി കൊടുക്കുക. 5th വൺ എന്ന് പറയുന്നത് ടെലിവിഷൻ ഉണ്ടാക്കുന്ന ഒരു കമ്പനി അടുത്ത മാസം മുതൽ 5% വില കുറക്കാൻ തീരുമാനിച്ചു. ഇപ്പോൾ 4,500 രൂപ വിലയുള്ള ടെലിവിഷന് അടുത്ത മാസം എത്ര വിലയാകും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ എന്തൊക്കെ കണക്കാക്കണം? നമ്മൾ ഇത് ഇറൈസ് ചെയ്യുന്നുണ്ട്. ഇവിടെ നമ്മൾ കണക്കാക്കേണ്ടത് ഇപ്പോൾ ടി വിയുടെ വില എന്ന് എഴുതുക. ഓക്കെ, ഇപ്പോൾ ടി വിയുടെ വില എന്ന് എഴുതിയിട്ട് ഈ എമൗണ്ട് എഴുതുക. എത്രയാണ്? 45,000 രൂപ. ഓക്കെ, അപ്പോൾ അഞ്ചാമത്തേത് ഇപ്പോൾ ടി വിയുടെ വില 45,000. ഇനി അടുത്തത് എന്താണ്? ഇവിടെ ഇളവ് എത്രയാണ്? ഇളവ് കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് 5% ആണ്. 5% ഇളവാണ്. അങ്ങനെയാണെങ്കിൽ എത്രയായിരിക്കും ഇനിയുള്ള പൈസ എന്ന് നമ്മൾ നോക്കണം അല്ലേ? അപ്പോൾ 5 × 100 ഡിവൈഡഡ് ബൈ 5 ഡിവൈഡഡ് ബൈ 100 × 45,000. ഈ 0 കൂടെ വെട്ടിപ്പോവും. പിന്നെ ഉള്ളത് എന്താണ്? 5 × 450 ആണ്. 5 × 450 പറഞ്ഞാൽ 2,250 രൂപയാണ് അവിടെ എന്തുള്ളത്? ഇളവുള്ളത്. അപ്പോൾ ഇനി അടുത്ത മാസം നെക്സ്റ്റ് മന്ത് അടുത്ത മാസം എത്രയായിരിക്കും ഉള്ളത്? അടുത്ത മാസം ടി വിയുടെ വില ഈക്വൽ ടു എത്ര കൊടുക്കുക? ഈ ഒരു 45,000 നിന്നും 2,250 കുറച്ച് കൊടുക്കണം. അപ്പോൾ എത്രയായിരിക്കും? 42,750 രൂപയാണ് ഇനി അടുത്ത മാസം ടി വിയുടെ വില എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ആറാമത്തെ ചോദ്യമാണ്. ആറാമത്തെ ചോദ്യം നോക്കാം. കാറ് നിർമ്മിക്കുന്ന ഒരു കമ്പനി അടുത്ത മാസം മുതൽ 2% വില കൂട്ടാൻ തീരുമാനിച്ചു. ഇപ്പോൾ 5,60,000 രൂപ വിലയുള്ള കാറിന് അടുത്ത മാസം വില എത്രയാകും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇപ്പോൾ കാറിൻ്റെ വില എന്ന് എഴുതുക. എന്നിട്ട് എന്ത് എഴുതുക? 5,60,000 എന്ന് എഴുതി കൊടുക്കാം. ഓക്കെ, ഇനി അടുത്തത് എന്ത് എഴുതണം? അടുത്ത സ്റ്റെപ്പായിട്ട് എഴുതുക. കൂട്ടുന്ന റേറ്റ് 2% ആണ്. അപ്പോൾ ഇതിൻ്റെ 2% ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് അല്ലേ? അപ്പോൾ എന്ത് ചെയ്യണം? ഇപ്പോഴത്തെ വില കാണാൻ 2 ഡിവൈഡഡ് ബൈ 100 × 5,60,000. ഈ 0 കൂടെ വെട്ടിപ്പോവും. പിന്നെ ഉള്ളത് 2 × 5,600 ആണ്. ഇപ്പോൾ 2 × 5,600 ഈക്വൽ ടു എത്ര കിട്ടും? 11,200 എന്ന് കിട്ടും. അപ്പോൾ 11,200 രൂപ എന്താ ചെയ്യുന്നത്? ഇപ്പോഴുള്ള ഈ വിലയുടെ കൂടെ ഇപ്പോഴുള്ള വിലയായിട്ടുള്ള 5,60,000 കൂടെ ഈ 11,200 കൂടെ കൂടുകയാണ് ചെയ്യുക. അങ്ങനെ ആകുമ്പോൾ ഇനി അടുത്ത മാസത്തെ കാറിൻ്റെ വില എന്ന് പറയുന്നത് 5,71,200 രൂപയായിരിക്കും. 5,71,200 രൂപ. അപ്പോൾ സ്റ്റെപ്പ് വൈസ് എഴുതണം. പറയുന്ന പോലെ തന്നെ നിങ്ങൾ സ്റ്റെപ്പ് എഴുതാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഇത് കഴിഞ്ഞു നമുക്ക് അടുത്ത പേജിലേക്ക് കടക്കാം. അടുത്തത് ശതമാന കണക്കുകളാണ്. ആദ്യം ചെയ്ത പോലെയുള്ള ഒരു വിലക്കിഴിവ് കണക്ക് വീണ്ടും നമുക്ക് നോക്കാം. വസ്ത്രങ്ങൾക്ക് 30% വിലക്കിഴിവ് കൊടുക്കുന്ന കടയിൽ നിന്ന് 450 രൂപക്ക് വസ്ത്രങ്ങൾ വാങ്ങിയാൽ എത്ര രൂപ കിഴിവ് കിട്ടും? അപ്പോൾ ഇവിടെ 30% വിലക്കിഴിവ് കൊടുക്കുന്ന കടയാണല്ലോ. അപ്പോൾ 450 രൂപക്ക് സാധനം വാങ്ങിച്ചു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി? അവിടെ ഈ 450ൻ്റെ എന്ത് കണ്ടാൽ മതി? എത്രയാണ് ശതമാനം എന്നുള്ളത് നമ്മൾ കണ്ടാൽ മതി അല്ലേ? അപ്പോൾ ഇവിടെ കണ്ടിട്ടുള്ളത് നോക്കൂ. ആദ്യം തന്നിട്ടുള്ളത് 400 എന്ന് പറയുന്നത് ഈ 100ൻ്റെ എത്ര ശതമാനമാണ്? 4% ആണല്ലേ. അപ്പോൾ 100 രൂപക്ക് സാധനം വാങ്ങിക്കുമ്പോൾ 30 രൂപ കുറയുമെങ്കിൽ 30 × 4 എന്ന് പറയുന്നത് 120 രൂപ. 400 രൂപക്ക് സാധനം വാങ്ങിക്കുമ്പോൾ കുറയും. ഇനി 50 രൂപയുടെ കാര്യമാണ്. 50 എന്ന് പറയുന്നത് എന്താണ്? 100ൻ്റെ പകുതിയാണ് അല്ലേ. 100ൻ്റെ പകുതിയാണ് 50 എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി? 30ൻ്റെ പകുതി എത്രയാണ്? 15 ആണ്. 30ൻ്റെ പകുതി 15 ആണ്. അപ്പോൾ ഈ 120ഉം ഈ 15ഉം കൂടെ ആഡ് ചെയ്താൽ മതി. 135 രൂപയാണ് 450 രൂപക്ക് സാധനം വാങ്ങിക്കുമ്പോൾ നമുക്ക് കുറവ് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് ഇങ്ങനെ അല്ലെങ്കിൽ ഇതൊന്നും വെച്ച് നോക്കാൻ സമയമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ ഒരു മനക്കണക്കായിട്ട് അല്ലെങ്കിൽ നമ്മുടെ മൈൻഡ് വെച്ച് ചെയ്യുന്നതാണ് ഈ ഒരു കണക്ക് എന്ന് പറയുന്നത്. ഓക്കെ,
ഇനി അതാണ് ഇവിടെ തന്നിട്ടുള്ളത്. 400 രൂപയുടെ കിഴിവ് 120 രൂപയും 50 രൂപയുടെ കിഴിവ് 15 രൂപയും ചേർത്ത് 450 രൂപയിലെ കിഴിവ് എന്ന് പറയുന്നത് 135 രൂപയായിട്ട് കണക്കാക്കാം. അപ്പം 475 രൂപയാണ് വാങ്ങിയതെങ്കിൽ നമ്മൾ എങ്ങനെയാണ് കണക്കാക്കേണ്ടത് എന്നതാണ് ഇവിടെ പറയുന്നത്. 450 രൂപയിലെ കിഴിവ് കണക്കാക്കി. ഇനി ബാക്കി അവിടെ ഉള്ളത് എത്രയാണ്? 25 ആണ് അല്ലേ. 475 എന്ന് പറയുമ്പോൾ 450 കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കി 25 ആണ് ഉള്ളത്. അപ്പോൾ 50ൻ്റെ പകുതിയാണ് 25 എന്ന് പറയുന്നത്. 50 രൂപയിലെ കിഴിവ് 15 രൂപയാണ്. അപ്പോൾ 25 രൂപയിലെ കിഴിവ് എന്ന് പറയുന്നത് 15ൻ്റെ പകുതി ആയിരിക്കും. 15ൻ്റെ പകുതി എന്ന് പറയുന്നത് എത്രയാണ്? 7 രൂപ 50 പൈസയാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഇതെല്ലാം കൂടി കൂട്ടി നോക്കിയാൽ മതി. അതാണ് ഇവിടെ കൂട്ടിയിട്ടുള്ളത്. 400 രൂപയിലെ കിഴിവ് 120 രൂപ, 50 രൂപയിലെ കിഴിവ് 15 രൂപ, 25 രൂപയിലെ കിഴിവ് 4 രൂപ 50 പൈസ. അപ്പോൾ എത്രയായി? 142 രൂപ 50 പൈസയായിട്ട് കിട്ടി. ഓക്കെ, ഇതുപോലെ 460 രൂപയിലെ കണക്കാക്കാമോ എന്ന് പറയുന്നുണ്ട്. ഇതേ രീതിയിൽ തന്നെ നമുക്ക് കണക്കാക്കാൻ വേണ്ടി സാധിക്കുന്നതാണ്. അപ്പം അങ്ങനെ കണക്കാക്കുമ്പോൾ 400 രൂപയിലെ കിഴിവ് കണക്കാക്കി കഴിഞ്ഞു. മിച്ചമുള്ളത് അവിടെ എത്രയാണ്? 60 രൂപയാണ് അല്ലേ. അപ്പോൾ 60 രൂപയിലെ കിഴിവ് എന്ന് പറയുന്നത് എങ്ങനെയാണ് കണക്കാക്കേണ്ടത്? 60 എന്ന് പറയുന്നത് 3 × 6 18 രൂപയാണ് അവിടെ കിഴിവായിട്ട് ഉണ്ടാവുക. അപ്പോൾ ഇപ്പോൾ 460 രൂപയിലെ കിഴിവ് എന്ന് പറയുന്നത് 120 + 18 + 138 രൂപയായിട്ട് കിട്ടി. ഇനി 468 ആണെങ്കിൽ 8 എന്ന് പറയുന്നത് 100ൻ്റെ എത്ര ശതമാനമാണ് എന്നുള്ളത് കണക്കാക്കിയാൽ മതി. അങ്ങനെയാണ് നമ്മൾ ഓരോന്നും കണക്കാക്കിയിട്ട് വരുന്നത്. ഓക്കെ, അതാണ് ഇവിടെ പറയുന്നത്. നമുക്ക് നേരെ ഇതിലെ പ്രവർത്തനങ്ങളിലേക്ക് കടക്കാം. പ്രവർത്തനങ്ങൾ: പുസ്തകോത്സവത്തിൽ വാങ്ങുന്ന പുസ്തകങ്ങൾക്കെല്ലാം 15% വിലക്കുറവുണ്ട്. ഓക്കെ, ശ്രീനയും കൂട്ടുകാരും വാങ്ങിയ പുസ്തകങ്ങളുടെ വില നോക്കൂ. ഓരോരുത്തരും കൊടുക്കേണ്ടത് എത്ര രൂപയാണെന്ന് നമ്മൾ കണക്കാക്കണം. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് ഇവിടെ കണക്കാക്കി നോക്കാം. ഒന്നാമത്തെ ആളെന്ന് പറയുന്നത് ആരാണ്? ഒന്നാമത്തേത് ശ്രീനയാണല്ലേ. ശ്രീന കൊടുക്കേണ്ടത് വാങ്ങിച്ചിട്ടുള്ളത് 540 രൂപക്കാണ്. എത്ര ശതമാനമാണ്? 15% വിലക്കുറവ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ ആദ്യം വിലക്കിഴിവ് എത്രയാണെന്ന് കണക്കാക്കണം അല്ലേ. അപ്പോൾ കിഴിവ് ഈക്വൽ ടു 15%. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? 15/100 ഇൻറ്റു വാങ്ങിച്ച ഇത് 540 ആണ്. അപ്പോൾ ഇവിടെ ഇതും ഈ 0 കൂടെ വെട്ടിപ്പോവും അല്ലേ. ബാക്കി എത്രയാണുള്ളത്? ബാക്കിയുള്ളത് 15 × 54/10 ഇവിടെ ഉണ്ട്. 10 എന്നുള്ളത് ഉണ്ടായിരിക്കും. 15 × 54 ആദ്യം ചെയ്ത് നോക്കുക. ഓക്കെ, 15 × 54 ചെയ്യുമ്പോൾ എത്രയാണ്? 15 × 54 6 5 5 ബാക്കി 2 5 11 810 രൂപയാണ് അല്ലേ. അപ്പോൾ 810/10 എന്ന് കിട്ടും. നമ്മൾ ഡെസിമൽ ഫോമിൽ പഠിച്ചിട്ടുണ്ട്. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത്. എന്ത് ചെയ്യണം നമ്മൾ? ഇതിൻ്റെ ഈ 0 കൂടെ വെട്ടിപ്പോവുക. ബാക്കിയുള്ളത് 81 ആണ്. അപ്പോൾ 81 രൂപ നമ്മുടെ ശ്രീനയ്ക്ക് എന്ത് കിട്ടിയിട്ടുണ്ട്? കിഴിവ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഓരോരുത്തരും ശ്രീന് എത്ര രൂപ കൊടുക്കണം? ആകെയുള്ള പൈസ എന്ന് പറയുന്നത് 540 ആണ്. അതിൽ നിന്നും 81 രൂപ കുറയ്ക്കുക. അപ്പോൾ കൊടുക്കേണ്ട തുക എന്ന് പറയുന്നത് 459 രൂപ തിരിച്ചു കൊടുക്കണം. ഓക്കെ, അപ്പോൾ ശ്രീനെ കൊടുക്കേണ്ട കിട്ടി 459 എന്ന് കിട്ടി അല്ലേ. ഇനി അടുത്ത ആളെ നോക്കാം നമുക്ക്. രണ്ടാമത്തെ ആൾ എന്ന് പറയുന്നത് ടെസ്സി ആണ് അല്ലേ. ടെസ്സി വാങ്ങിച്ചിട്ടുള്ളത് 375 രൂപക്കാണ്. അപ്പോൾ ഇവിടെ കിഴിവ് എത്രയായിരിക്കും? കിഴിവ് ഈക്വൽ ടു 15/100 ഇൻറ്റു 375. ഓക്കെ, ഇവിടെ എന്ത് ചെയ്യണം? 0 വെട്ടാനൊന്നുമില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? 15 × 375 ആദ്യം ചെയ്ത് നോക്കണം. 375നെ 15 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. എത്ര കിട്ടും? 5 7 8 1 5 1 7 1 3 3 5 5 7 12 ബാക്കി 1 8 7 15 16 ദെൻ 3 1 4 4 1 5 എത്രയായി? 5625. 5625 നമ്മൾ എന്ത് ചെയ്യണം?
5625 ഡിവൈഡഡ് ബൈ 100. ഓക്കെ, അപ്പോൾ ഇവിടെ 100 എന്ന് പറയുന്നത് വന്നിട്ടുണ്ടെങ്കിൽ, ഡിനോമിനേറ്റർ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ സംഖ്യ തന്നെ എഴുതിയിട്ട് എത്രയാണോ ഇവിടെ 0 ഉള്ളത് അത്രയും സ്ഥാനം കഴിഞ്ഞിട്ട് പോയിന്റ് ഇട്ട് കൊടുക്കണം അല്ലേ. 56 ഇൻറ്റു 25 എന്ന് കിട്ടും. അപ്പോൾ 56 രൂപ 25 പൈസയാണ് നമുക്ക് ടെസിക്ക് കുറവ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതെങ്ങനെ കണക്കാക്കണം? ആകെ കൊടുക്കേണ്ട പൈസ 375 ആണ്. 375നെ 56.25 കൊണ്ട് നമ്മൾ മൈനസ് ചെയ്യണം. ഇതെങ്ങനെയാണ് മൈനസ് ചെയ്യുക എന്നുള്ളത് നമ്മൾ ആ പാഠഭാഗത്തിൽ പഠിച്ചതാണ്. എന്നാലും നമുക്ക് എന്ത് ചെയ്യാം, ഒന്നും കൂടെ ചെയ്തു നോക്കാം. അപ്പോൾ ആകെയുള്ളത് 375 ആണ്. ദശാംശം കഴിഞ്ഞ 2 സ്ഥാനമുണ്ട്, അതുകൊണ്ട് 2 0 ഇട്ട് കൊടുക്കുക, മൈനസ് ബാക്കിയുള്ളത് 56.75 ആണോ? അല്ല, 25 ആണ് അല്ലേ. 25. ഓക്കെ, 25. ഇനി ഇവിടെ 0-ൽ നിന്നും 5 കുറക്കാൻ വേണ്ടി പറ്റില്ല, ഇവിടുന്ന് കട എടുക്കാൻ പറ്റില്ല, 5-ൽ നിന്നും കട എടുക്കും. അപ്പോൾ ഇവിടെ 4 ആയിട്ട് മാറും. ഇവിടെ എന്തായി? 10 ആയി. വീണ്ടും കട എടുക്കുമ്പോൾ 9 ആയി. ഇവിടെ 10 ആയിട്ട് മാറി. അപ്പോൾ 10-ൽ നിന്നും 5 കുറച്ചാൽ ബാക്കി 5. 9-ൽ നിന്നും 2 കുറച്ച് കഴിഞ്ഞാൽ ബാക്കി എത്ര കിട്ടും? 7. പോയിന്റ് ഇട്ട് കൊടുക്കുക. 4-ൽ നിന്നും 6 കുറക്കാൻ വേണ്ടി പറ്റില്ല, ഇവിടുന്ന് ഒന്ന് കട എടുക്കുക. ഇവിടെ 14 ആവും. ഇവിടെ 6 ആയിട്ട് മാറും. 14-ൽ നിന്നും 6 കുറച്ച് കഴിഞ്ഞാൽ ബാക്കി 8. 6-ൽ നിന്നും 5 കുറച്ച് കഴിഞ്ഞാൽ ബാക്കി 1, 3. അപ്പോൾ എത്രയാണ്? 318.75 രൂപ 5 രൂപ കൊടുക്കണം. ഓക്കെ, 318.75. ഇനി മൂന്നാമത്തെ ആളിലേക്ക് കിടക്കാം. മൂന്നാമത്തെ ആളെന്ന് പറയുന്നത് ആരാണ്? നമ്മുടെ നാസർ ആണ് അല്ലേ. മൂന്നാമത് വരുന്നത് നാസർ ആണ്. നാസർ വാങ്ങിച്ചിട്ടുള്ളത് 630 രൂപക്കാണ്. കിഴിവ് എത്ര കിട്ടുന്നു? കിഴിവ് ഈക്വൽ ടു 15% തന്നെയാണ് അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി? 15/100 ഇൻറ്റു 630 ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ 0 കൂടെ വെട്ടിപ്പോവും. പിന്നെ ഉള്ളത് എത്രയാണ്? 15 ഇൻറ്റു 63/10 എന്നുള്ളതാണ്. 15 ഇൻറ്റു 63 ചെയ്ത് നോക്കുക. 15 ഇൻറ്റു 63 കിട്ടുന്നത് 945 എന്ന് കിട്ടും. 945/10. അപ്പോൾ നമുക്കറിയാം ഇങ്ങനെ 10 ഒരു 0 ഇവിടെ ഉള്ളത്, അതുകൊണ്ട് നമുക്കിതിനെ ഡെസിമൽ ഫോം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് 94.5 എന്ന് ഇട്ടാൽ മതി. 94.5. ഇനി ഇവിടെ നാസർ കൊടുക്കേണ്ട തുക എത്രയായിരുന്നു? 630 രൂപയാണ് അല്ലേ. 630-ൽ നിന്നും 94.5 നമുക്ക് കുറക്കണം. അപ്പോൾ നമ്മൾ നേരത്തെ കുറച്ച പോലെ തന്നെ നിങ്ങൾ കുറച്ച് നോക്കുക. ഉത്തരമായിട്ട് വരുന്നത് 535.5 എന്ന് കിട്ടും. 535.5. ഈ രീതിയിൽ നിങ്ങൾ കുറച്ച് നോക്കുക കേട്ടോ. ഡെസിമൽ ഫോമിൽ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് എങ്ങനെ കുറക്കുക എന്നുള്ളത്, അതേപോലെ കുറച്ച് നോക്കുക. ഇനി അവസാനത്തെ ആളെന്ന് പറയുന്നത് ആരാണ്? നാലാമത്തെ ആളെന്ന് പറയുന്നത് നമ്മുടെ ജേക്കബ് ആണ് അല്ലേ. ജേക്കബ് വാങ്ങിച്ചിട്ടുള്ളത് 432 രൂപക്കാണ്. ഇവിടെ കിഴിവ് എത്ര കിട്ടും? കിഴിവ് എന്ന് പറയുന്നത് 15 ഡിവൈഡഡ് ബൈ 100 ഇൻറ്റു 432. എത്ര കിട്ടും? 15 ഇൻറ്റു 432 എന്ന് പറയുന്നത് 6480/100 എന്നായിട്ട് മാറും. അപ്പോൾ ഈ 0 കൂടി കുറക്കുക. ഇനി കിട്ടും 648/10 എന്നുള്ളതാണ്. 648/10 എന്നുള്ളതിൻ്റെ ദശാംശ രൂപം മാറ്റണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇത് എഴുതുക, എന്നിട്ട് ഒരു പോയിന്റ് കഴിഞ്ഞ് ദശാംശം ഇട്ട് കൊടുക്കുക, അഥവാ 64.8 എന്ന് കിട്ടും. ഇനി ആകെ കൊടുക്കേണ്ട തുക എന്ന് പറയുന്നത് 432 രൂപയായിരുന്നു. അതിൽ നിന്നും 64.8 കുറച്ച് നോക്കുക. 64.8 കുറക്കുമ്പോൾ എത്ര കിട്ടും? കുറച്ച് നോക്കൂ, എത്രയാണ് കിട്ടുന്നത്? 367.2 എന്ന് കിട്ടും. അപ്പോൾ 367.2 രൂപ ജേക്കബും കൊടുക്കണം. അപ്പോൾ ഇങ്ങനെയാണ് ഓരോരുത്തരും കൊടുക്കേണ്ട തുക എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ മുൻ പാഠഭാഗത്തിൽ പഠിച്ചിട്ടുള്ള ദശാംശ രൂപങ്ങൾ എന്നുള്ള പാഠത്തിലെ പ്രവർത്തനങ്ങൾ കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് വന്നിട്ടുള്ളത്. അത് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും വേണ്ടതാണ്. അപ്പോൾ കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ആ പാഠഭാഗം പോയിട്ട് കാണുക. ജസ്റ്റ് ഡിസ്ക്രിപ്ഷനിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ മാത്സിൻ്റെ പ്ലേലിസ്റ്റ് കിട്ടും, അതിൽ പോയി കഴിഞ്ഞാൽ കാണാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് ലെറ്റ്സ് മൂവ് ദ നെക്സ്റ്റ് വണ്ണിലേക്ക് പോവാം. ഇതിലെ രണ്ടാമത്തെ ചോദ്യമാണ്. അപ്പോൾ ഇത് ഇറൈസ് ചെയ്യുന്നുണ്ട്. രണ്ടാമത്തെ ചോദ്യം എന്ന് പറയുന്നത്, ഒരാൾ ബാങ്കിൽ നിന്നും 26,750 രൂപ കടമെടുത്തു. ഒരു വർഷത്തെ പലിശ 12%. ഒരു വർഷം കഴിയുമ്പോൾ എത്ര രൂപ തിരിച്ചടക്കണം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇവിടെ രണ്ടാമത്തെ ചോദ്യം,
പലിശ നിരക്ക് എത്രയാണ്? പലിശ നിരക്ക് 12%, അല്ലേ? 12%. കടമെടുത്ത തുക എന്ന് പറയുന്നത് കടമെടുത്ത തുക = 26,750 രൂപയാണ്. ഇനി ഇത് എത്ര ശതമാനമുണ്ട് എന്ന് നോക്കണം, അല്ലേ? 26,750 എത്ര ശതമാനം, എത്ര എമൗണ്ട് ആണ് 12% വരുന്നത് എന്നാണ് കണക്കാക്കേണ്ടത്. നമ്മൾ എന്ത് ചെയ്താൽ മതി? 12 ÷ 100 × 26,750. ഈ 0 കൂടെ വെട്ടിപ്പോവും. ബാക്കിയുള്ളത് 12 × 2675/10 എന്നുള്ളതാണ്. 12 × 2675 എന്ന് പറയുന്നത് എത്രയാണ്? 32,100 ആണ്. 32,100 ÷ 10 എന്ന് വരും. ഈ 0 കൂടെ വെട്ടിപ്പോവുക. ബാക്കിയുള്ളത് എത്രയാണ്? 3,210 ആണ്. അപ്പോൾ 3,210 രൂപയാണ് പലിശ വരുന്നത്. അപ്പോൾ തിരിച്ചടക്കേണ്ടത് എത്രയാണ്? തിരിച്ചടക്കേണ്ടത് എന്ത് ചെയ്യണം? ആകെയുള്ള എമൗണ്ട് എന്ന് പറയുന്നത് 26,750 ആണ്. അതിൽ നിന്നും 3,210 കൂടെ കൂട്ടുക. എത്ര കിട്ടും? 29,960 രൂപ തിരിച്ചടക്കേണ്ടതായിട്ട് വരും. 29,960 രൂപ. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ഒരു കമ്പനി ഒരു മാസത്തെ ശമ്പളത്തിൻ്റെ 8% ഉത്സവ ഭത്തയായി കൊടുക്കുന്നു. 46,375 രൂപ ശമ്പളമുള്ള ഒരാൾക്ക് എത്ര രൂപ ഉത്സവ ഭത്ത കിട്ടുമെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഉത്സവ ഭത്ത എന്ന് പറഞ്ഞാൽ ബോണസ് ആണ്. ഓക്കെ, ബോണസ് എന്നാണ് ഇംഗ്ലീഷിൽ പറയാം. അതാണ് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കാം. അപ്പോൾ മൂന്നാമത്തെ ചോദ്യം, ഇവിടെ ബോണസ് അല്ലെങ്കിൽ ഉത്സവ ഭത്ത എന്ന് പറയുന്നത് എത്രയാണ്? ഉത്സവ ഭത്ത എന്ന് പറയുന്നത് 8% ആണല്ലേ? 8%. പിന്നെ അയാളുടെ ശമ്പളം എന്ന് പറയുന്നത് എത്രയാണ്? ശമ്പളം എന്ന് പറയുന്നത് 46,375. ഇനി അപ്പോൾ അയാൾക്ക് ബോണസ് എത്ര ശതമാനം കിട്ടും? 8% കിട്ടുന്നുണ്ട് അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? 8/100 × 46,375. ഇവിടെ ഒന്നും നമുക്ക് വെട്ടിക്കളയാനില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? 8 × 46,375 ചെയ്തു നോക്കുക. ഉത്തരമായിട്ട് വരുന്നത് 3,71,000 എന്ന് കിട്ടും. 3,71,000 ÷ 100. ഈ 0 കൂടെ വെട്ടിപ്പോവുക. ബാക്കി കിട്ടുന്നത് എത്രയാണ്? 3,710 ആണ്. 3,710 രൂപ ആൾക്ക് എന്ത് കിട്ടും? ബോണസ് ആയിട്ട് കിട്ടുന്നതാണ്. 3,710. ക്ലിയർ അല്ലേ? അപ്പോൾ ഇത് കഴിഞ്ഞു, ഈ ഒരു പ്രവർത്തനം കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് ഇനി എത്ര ശതമാനം എന്നുള്ളതാണ് അടുത്ത ടോപ്പിക്കായിട്ട് വരുന്നത്. ഇതുവരെ നമുക്ക് ശതമാനം തന്നിട്ടുണ്ടായിരുന്നു, അത് കണക്കാക്കിയാൽ മതി അല്ലേ? ഇനി എമൗണ്ട് തരും, എന്നിട്ട് അത് എത്ര ശതമാനമാണെന്ന് കണക്കാക്കണം. അപ്പോൾ ഒരു കടയിൽ സാധനങ്ങൾക്കെല്ലാം ഒരു നിശ്ചിത ശതമാനം വിലക്കുറവുണ്ട്. 2,000 രൂപക്ക് സാധനം വാങ്ങിയപ്പോൾ 300 രൂപയാണ് അവിടെ കിട്ടുന്നത്. ഓക്കെ, 2,000 രൂപക്ക് സാധനം വാങ്ങുമ്പോൾ 300 രൂപ നമുക്ക് അവിടെ എന്തായിട്ട് കിട്ടും? കിഴിവായിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ ഓരോ 100 രൂപ എത്ര കിഴിവ് എന്നതാണ് ഉദ്ദേശിക്കുന്നത്? ഇവിടെ 100 രൂപക്ക് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ 3 രൂപയ്ക്കാവും കുറയുന്നുണ്ടാവുക അല്ലേ? അങ്ങനെയാണെങ്കിൽ 300നെ 20 കൊണ്ട് ഹരിച്ചാൽ പോരെ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? 300നെ 20 കൊണ്ട് ഹരിക്കണം അല്ലേ? ഇനി അതല്ലെങ്കിൽ നമ്മൾ 300/200 ഇൻറ്റു എന്ത് ചെയ്യുക? 100 എന്ന് ചെയ്ത് നോക്കുക. ശതമാനം എപ്പോഴും 100-ലായതുകൊണ്ടാണ് 100 കൊണ്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ 0 ഏത് 0 വെട്ടും? ഈ 0 കൂടെ വെട്ടും അല്ലേ? സോറി, 100 അല്ല, 2,000 ആണല്ലേ? പിന്നെ ഒരു 0 ബാക്കിയുണ്ട്. ഈ 0 കൂടെ വെട്ടിക്കളയുക. പിന്നെ ഉള്ളത് 30/2 എന്നുള്ളതാണ്. 30/2 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 30ന്റെ പകുതിയാണല്ലേ? 2 എന്ന് ഡിനോമിനേറ്റർ വന്നിട്ടുണ്ടെങ്കിൽ അവിടെ എന്താണ്? അതിൻ്റെ പകുതിയാണ്. 30ന്റെ പകുതി എന്ന് പറയുന്നത് 15. അപ്പോൾ അവിടെ 15 രൂപയാണ്, അല്ല 15% അവിടെ കിഴിവ് എന്ന് പറയുന്നത്. ഇത് തന്നെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. 30 എന്ന് പറയുന്നത് എന്താണ്? 30 × 10 ആണ് 300 എന്ന് പറയുന്നത്. ഇനി അടുത്തെന്ന് പറയുന്നത് 20 എന്ന് പറഞ്ഞാൽ 2 × 10 ആണ് അല്ലേ? അപ്പോൾ 300 / 20 എന്ന് പറയുന്നത് 30 / 20 ആണ്. അഥവാ ഈ 0 വെട്ടിപ്പോവും. പിന്നെ ബാക്കിയുള്ളത് എത്രയാണ്? 30 / 2 ആണ്. 30 / 2 എന്ന് പറയുന്നത് 15 ആണ്. അപ്പോൾ അവിടെ
15% അവിടെ 15 രൂപയാണ് കുറവ് എന്ന് പറയുന്നത്. അതായത് 15% കുറവ്. ഇനി 750 രൂപയുടെ സാരി വാങ്ങിയപ്പോൾ 150 രൂപ കുറച്ച് കിട്ടി. ആ കടയിൽ വസ്ത്രങ്ങൾക്ക് എത്ര ശതമാനമാണ് വിലക്കുറവ്? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? 750 എന്നാൽ 75 പത്തുകളാണല്ലോ അല്ലേ? അതിനാണ് 150 രൂപ കിഴിവ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ 150/75 എന്ന് ചെയ്യാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 150നെ 75 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 30/15 എന്ന് കിട്ടും. ഇനി 30/15 എന്ന് പറയുന്നത് എന്താണ്? 10/5 എന്നായിട്ട് കിട്ടും, അഥവാ 2%. അപ്പോൾ അവിടെ അതായത് 10 രൂപക്ക് സാധനം വാങ്ങുമ്പോൾ 2 രൂപയാണ് കുറവ് എന്ന് പറയുന്നത്. അപ്പം 100 രൂപക്ക് സാധനം വാങ്ങുമ്പോൾ 20 രൂപ കുറയും. അപ്പോൾ 20% അവിടെ വിലക്കുറവ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് 450 രൂപക്ക് പുസ്തകം വാങ്ങിയപ്പോൾ 54 രൂപ കിഴിവ് കിട്ടി. എത്ര ശതമാനമാണ്? അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 100 രൂപക്ക് 10 രൂപയാണ്. എത്ര രൂപയാണ് കിഴിവ് എന്ന് നേരിട്ട് കണക്കാക്കാൻ വിഷമമാണ് അല്ലേ? അതുകൊണ്ട് പകരം 1 രൂപക്ക് എത്ര രൂപയാണ് കിഴിവ് എന്ന് നോക്കാം. അപ്പം 54 രൂപയാണ് എന്ന് പറയുന്നത് 5400 പൈസയാണ് അല്ലേ? ഇവിടെ 450 രൂപക്കുള്ള കിഴിവാണ് തന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഈ 5400നെ 450 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് അവിടെ എന്ത് കിട്ടും? ഈ പൂജ്യവും പോയി കഴിഞ്ഞാൽ ബാക്കി 540/45 എന്ന് കിട്ടും. ഇനി 540നെയും 45നെയും ഘടകങ്ങളാക്കുക. 540 എന്ന് പറയുന്നത് 60 × 9 ആണ്. 45 എന്ന് പറയുന്നത് 5 × 9 ആണ്. അപ്പോൾ 540/45 എന്ന് പറയുമ്പോൾ 60/5 അഥവാ 12 എന്ന് ഉത്തരം കിട്ടും. അപ്പോൾ 12 പൈസയാണ് അവിടെ കിഴിവ് എന്ന് പറയുന്നത്. അപ്പോൾ 100 രൂപക്ക് അവിടെ 12 രൂപ കിഴിവ് എന്ന് പറയാൻ വേണ്ടി പറ്റും. അപ്പോൾ 12% അവിടെ കിഴിവായിട്ട് വന്നിട്ടുള്ളത്. ഇനി ഇതിലെ ബാക്കിയുള്ള പ്രവർത്തനങ്ങളിലേക്ക് കടക്കാം. അവസാനത്തെ പ്രവർത്തനമാണ്. ഇവിടെ 25,000 രൂപ നിക്ഷേപത്തിന് 1 വർഷം കഴിഞ്ഞപ്പോൾ 2,000 രൂപ പലിശ കിട്ടി. എത്ര ശതമാനമാണ് പലിശ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഒന്നാമത്തെ ചോദ്യമാണ്. 1 എന്ന് നമ്പർ ഇടുക. ഇവിടെ എന്താ കൊടുത്തിട്ടുള്ളത്? പലിശ കിട്ടിയിട്ടുള്ളത് എത്രയാണ്? പലിശ ഈക്വൽ ടു 2,000 രൂപയാണ് അല്ലേ? 2,000 രൂപയാണ് പലിശ. ഇനി നിക്ഷേപം എന്ന് പറയുന്നത് എത്രയാണ്? നിക്ഷേപം ഈക്വൽ ടു 25,000 ആണ് നിക്ഷേപം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ പലിശ ശതമാനമാണ് നമ്മൾ കണക്കാക്കേണ്ടത്. പലിശ ശതമാനം ഈക്വൽ ടു എങ്ങനെ കാണണം? 2,000 ഡിവൈഡഡ് ബൈ 25,000 ഇൻറ്റു 100. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഈ പൂജ്യവും കൂടെ വെട്ടിപ്പോവും. ഈ പൂജ്യവും കൂടെ വെട്ടിപ്പോവും. ബാക്കിയുള്ളത് എത്രയാണ്? 200/25 ആണ്. 200 എന്ന് പറയുന്നത് 25ൽ എത്ര പ്രാവശ്യം പോകുന്നുണ്ട്? 100ൽ 25 എത്ര പ്രാവശ്യം പോകുന്നുണ്ട്? 50ൽ 2 പ്രാവശ്യം പോകും. 100ൽ 4 പ്രാവശ്യം പോകും അല്ലേ? അപ്പോൾ 200ൽ 8 തവണ പോകും. അപ്പോൾ 8 എന്ന് ഉത്തരം കിട്ടും. അപ്പോൾ 8% ഇവിടെ പലിശ ശതമാനം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി രണ്ടാമത്തെ പ്രവർത്തനം നോക്കാം. രണ്ടാമത്തേത് 480 രൂപക്ക് പുസ്തകം വാങ്ങിയപ്പോൾ വില 72 രൂപ കുറച്ച് കിട്ടി. ആ കടയിൽ പുസ്തകങ്ങൾക്ക് എത്ര ശതമാനമാണ് വിലക്കുറവ്? അപ്പോൾ അവിടെ ഡിസ്കൗണ്ട് കിട്ടിയിട്ടുള്ളത് എത്രയാണ്? കിഴിവ് കിട്ടിയിട്ടുള്ളത്, കിഴിവ് എന്ന് പറയുന്നത് 72 രൂപയാണ് കിട്ടിയിട്ടുള്ളത് അല്ലേ? ഇനി പുസ്തകത്തിൻ്റെ വില എന്ന് പറയുന്നത് എത്രയാണ്? വില എന്ന് പറയുന്നത് 480 രൂപയാണ്. അപ്പോൾ കിഴിവ് ശതമാനം എത്രയാണെന്ന് കണക്കാക്കണം അല്ലേ? കിഴിവ് ശതമാനം എന്ന് പറയുന്നത് 72 ഡിവൈഡഡ് ബൈ 480 ഇൻറ്റു 100. ഇവിടെ എന്ത് വെട്ടിപ്പോവും? ഈ പൂജ്യവും കൂടെ വെട്ടിപ്പോവും. ബാക്കിയുള്ളത് എത്രയാണ്? 72 ഇൻറ്റു 10/48 ആണ്. 72 ഇൻറ്റു 10 എന്ന് പറയുന്നത് 720 ആണ്. 720/48. അപ്പോൾ 720ൽ എത്ര പ്രാവശ്യം 48 പോകുമെന്ന് നോക്കണം അല്ലേ? 720/48. 72ൽ എത്ര പ്രാവശ്യം പോകും? 1 തവണ പോകും. 48. ഇവിടെ ബാക്കി നോക്കൂ, എത്ര ഉണ്ട്? ഇവിടെ 4 എന്ന് കിട്ടും. ഒരെണ്ണം കൊണ്ട് കടക്കുമ്പോൾ 4, 24 കിട്ടും. ഈ പൂജ്യം ഇറക്കി എഴുതുക. 240ൽ 5 പ്രാവശ്യം പോകുന്നുണ്ട്. 240 5. അപ്പോൾ 15 എന്ന് ഉത്തരം കിട്ടും. അപ്പോൾ അവിടെ 15% എന്ത് എന്ന് പറയുന്നത്? കിഴിവായിട്ട് വന്നിട്ടുള്ളത്. ഓക്കെ, ഇനി മൂന്നാമത്തേതിലേക്ക് കിടക്കാം. മൂന്നാമത്തേത്, ഒരു കമ്പനി കഴിഞ്ഞ വർഷം നിർമ്മിച്ച മൊബൈൽ ഫോണുകളെല്ലാം ഒരു നിശ്ചിത ശതമാനം വില കുറച്ചാണ് ഈ വർഷം വിൽക്കുന്നത്.
നേരത്തെ 45,000 രൂപ വിലയുണ്ടായിരുന്ന ഫോണിന് ഇപ്പോൾ 37,000 രൂപയാണ് വില. എത്ര ശതമാനമാണ് വില കുറച്ചത്? അപ്പോൾ അവിടെ ആദ്യം ഉണ്ടായിരുന്നത് 45,000 ആണ്, പിന്നെ 37,000 ആയിട്ട് കുറഞ്ഞു അല്ലെ, 37,800 ആയിട്ട് കുറഞ്ഞു. അപ്പോൾ ഇവിടെ എത്ര രൂപ കുറഞ്ഞു എന്നാണ് നമ്മൾ ആദ്യം നോക്കേണ്ടത്. അപ്പോൾ ഇവിടെ കിഴിവ് കിട്ടിയിട്ടുള്ള എമൗണ്ട് എന്ന് പറയുന്നത് കാണാൻ എന്ത് ചെയ്യണം? 45,000 നിന്നും നമ്മൾ എന്ത് കുറക്കണം? 37,800 കുറക്കണം. എത്ര കിട്ടും? 7,200 രൂപയാണ് അവിടെ കുറച്ചിട്ടുള്ളത്. ഇനി ഇത് കിഴിവ് ശതമാനം എത്രയാണെന്ന് കണക്കാക്കണം. കിഴിവ് ശതമാനം എത്രയാണെന്ന് കണക്കാക്കാൻ ഈ 7,200 ബൈ 45,000 ഇൻറ്റു 100. ഇവിടെ ഈ പൂജ്യവും കൂടെ വെട്ടിപ്പോവും അല്ലേ. പിന്നെ എന്ത് വെട്ടിപ്പോവും? ഈ പൂജ്യവും കൂടെ വെട്ടിപ്പോവും. ബാക്കിയുള്ളത് എത്രയാണ്? 720 ബൈ 45 ആണ്. അപ്പോൾ 720നെ 45 കൊണ്ട് നമ്മൾ ഹരിച്ചു നോക്കുക. 72ൽ ഒരു തവണ പോവുള്ളൂ, 45. ബാക്കി എത്ര ഉണ്ട്? 27. ഈ പൂജ്യം ഇറക്കിയിടുക. 270ൽ 6 തവണ പോകുന്നതാണ് 270 പൂജ്യം. അപ്പോൾ എത്ര കിട്ടി? 16. അപ്പോൾ 16% കിഴിവ് ശതമാനമാണ് അവർ ചെയ്തിട്ടുള്ളത്. ഓക്കെ, 16% കിഴിവ് ചെയ്തിട്ടുണ്ട്. ഇത്രയുമാണ് ഈ ഒരു പാഠഭാഗം എന്ന് പറയുന്നത്. വളരെ സിമ്പിളായിട്ടുള്ള പാഠഭാഗമാണ്. ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മാത്രം മതി. നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നന്നായിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റുന്ന പാഠഭാഗമാണ്. എല്ലാ ശതമാനത്തിൻ്റെ കണക്കാണ്. അപ്പോൾ എല്ലാം 100 കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുകയും മൾട്ടിപ്ലൈ ചെയ്യുകയും ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഉത്തരം കിട്ടുന്നതാണ്. അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു പാഠഭാഗം എന്ന് പറയുന്നത്. ഇനി നമുക്ക് നോക്കാനുള്ളത് 8ാമത്തെ പാഠഭാഗമാണ്, മാറാത്ത ബന്ധങ്ങൾ എന്നുള്ളത്. നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.